പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി അനുമതിയിൽ എതിർപ്പറിയിച്ച് CPI രംഗത്തെത്തുമ്പോഴും CPMന് ആശങ്കയില്ല. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ബ്രൂവറി പദ്ധതി നടപ്പിലാക്കരുതെന്ന് മാത്രമാണ് ആലപ്പുഴയിൽ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം. ഇത് ബ്രൂവറി പദ്ധതിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് CPM നിലപാട്. സർക്കാരിനോട് ഈ ആശങ്ക മാറ്റാൻ CPM ആവശ്യപ്പെടും. വിഷയത്തിൽ CPI നിലപാട് LDF നേതൃത്വത്തെ അറിയിക്കും. ബ്രൂവറി അനുമതിക്കെതിരെ കടുത്ത നിലപാടെടുത്ത പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവും തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇതിനകം ഉയർന്നുവന്ന കുടിവെള്ള പ്രശ്നം അവഗണിക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടി നിലപാട്. ഭൂഗർഭ ജലമെടുക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എക്സൈസ് മന്ത്രി വിശദീകരിച്ചിട്ടുണ്ടെന്ന് CPI മന്ത്രിമാർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആശങ്ക തീർക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ഭൂരിപക്ഷം അംഗങ്ങളും വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ബ്രൂവറിയിൽ ഇടതുപക്ഷത്ത് ചർച്ച നടക്കട്ടെ എന്ന നിലപാടിലേക്ക് CPI എത്തിയത്. ഈ യോഗത്തിൽ സർക്കാരിൽ നിന്ന് ജലചൂഷണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് CPI വാങ്ങും. അങ്ങനെ പദ്ധതിയുമായി മുമ്പോട്ടു പോകാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും. അനുമതി നൽകുന്നതിന് മുമ്പ് മുന്നണിയിൽ കാര്യമായ ചർച്ച നടന്നില്ലെന്ന വിമർശനം ഉയർന്നു. ആശങ്ക LDF നേതൃത്വത്തെ അറിയിക്കാൻ പാർട്ടി നേതൃത്വത്തെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഭൂഗർഭജലം എടുക്കില്ലെന്ന ഉറപ്പ് CPIക്ക് സർക്കാർ നൽകും. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ മന്ത്രി നേരത്തെ തന്നെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഭൂഗർഭ ജലചൂഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഒരു തുള്ളി ഭൂഗർഭജലം പദ്ധതിക്കായി എടുക്കില്ല. അത്തരത്തിലൊരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരം നൽകിയതെന്നാണ് മന്ത്രിയുടെ വാദം. പ്രപ്പോസൽ വന്ന ഉടൻ തന്നെ ഭൂഗർഭജലം എടുക്കില്ലെന്ന നിഷ്കർഷം ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. 1. ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റില്ല. 2. ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്ന് മഴവെള്ളത്തിലൂടെ സംഭരിക്കും. ഈ 2 കാര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് അനുമതി നൽകിയതെന്ന സർക്കാർ വാദം CPIക്കും അംഗീകരിക്കേണ്ടി വരും. 5 ഏക്കറിൽ മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന വിശദീകരണം CPI ഉൾക്കൊള്ളുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. പാലക്കാട് സ്വകാര്യ ബ്രൂവറി അനുവദിക്കുന്നതിനോട് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എതിർപ്പുയർന്നു എന്നത് വസ്തുതയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തില്ല. വിഷയം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് തത്വത്തിൽ ധാരണയുണ്ടാവുകയും ചെയ്തു. പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി പദ്ധതിയോട് എതിർപ്പ് അറിയിച്ചതും പ്രദേശത്തിന്റെ പ്രത്യേകതകളും കൃഷിയെ ബാധിക്കുമെന്നതും കണക്കിലെടുക്കണമെന്ന വികാരമാണ് യോഗത്തിൽ ഉയർന്നത്. യോഗത്തിന് ശേഷം ചേർന്ന പാർട്ടി സംസ്ഥാന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമാനമായ അഭിപ്രായം ആവർത്തിക്കുകയും ചെയ്തു. മനുഷ്യനെയും പ്രകൃതിയെയും ശുദ്ധജലത്തെയും മറക്കുന്ന വികസനത്തോട് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശുദ്ധജലം, പരിസ്ഥിതി, കൃഷി എന്നിവയെ എങ്ങനെ ബാധിക്കും എന്നതാണ് വികസന കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉരകല്ല്. എന്നാൽ ഈ നിലപാടിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇടതാണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ശുദ്ധജലവും ഭക്ഷ്യധാന്യങ്ങളും ചൂഷണം ചെയ്യുന്ന പദ്ധതിയോടുള്ള എതിർപ്പ് വിഷയം ചർച്ചയ്ക്ക് വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നതാണെന്ന് പാർട്ടി മന്ത്രിമാർ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധരിപ്പിച്ചു എന്നാണ് വിവരം. മദ്യം നിർമ്മിക്കാൻ വെള്ളവും കേടായ അരിയും പച്ചക്കറിയും ഉൾപ്പെടെ ഉപയോഗിക്കാമെന്ന കമ്പനിയുടെ ശുപാർശ CPI മന്ത്രിമാർ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ മറിച്ചാണ് പ്രചരണമുണ്ടായതെന്ന് വ്യക്തമാക്കിയെന്നറിയുന്നു. പാർട്ടി സെക്രട്ടറിയോട് അനുമതിയോടെയാണ് പദ്ധതിയെ മന്ത്രിസഭയിൽ പിന്തുണച്ചതെന്ന് മന്ത്രിമാർ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരിച്ചു.